അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണി. ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു പൂർവ്വ പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് ഈ സിനിമയിലെ ത്രൂ വേഷം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയണം മനസ്സിലുണ്ട്. പക്ഷെ നടക്കില്ല. ഈ സിനിമയ്ക്ക് വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും പോകാറില്ല. ചിലത് വിളിക്കും, ചിലത് അറിഞ്ഞു പോകും. പക്ഷെ അറിഞ്ഞു പോകുന്നത് നമ്മളുടെ സുഹൃത്തുക്കളാണ് അതൊക്കെ മനസ്സിലാക്കിയ ശേഷം. ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഷൈജു ദേവദാസ് എൻ്റെ ഒരു പടത്തിൽ എന്നെ ഡയറക്റ്റ് ചെയ്ത കഥാപാത്രമാണ്. ദ ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിലിം ടൈറ്റിൽ ക്യാരക്ടർ ഞാൻ ചെയ്തത് സിദ്ദിഖ് കപൂർ സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ഷൈജു. അപ്പോൾ തന്നെ ഷൈജു കുറേ സിനിമകളുടെ അസോസിയേറ്റ് ആയി കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു 4 വർഷമായി ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ വാട്സാപ്പിലുണ്ട്. സ്ഥിരം ഞാൻ പുള്ളിയെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് വേണ്ടി ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുകയും ചെയ്യും. പുള്ളിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള തരുന്ന എല്ലാ ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റേഴ്സിനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവനവും ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാരണം കുറേ ഉടായ്പകാരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്റെ തെളിവ് നമ്മുടെ സൈനിക ചാവക്കാരൻ ഇന്ത്യയുടെ അനിയൻ കഴിഞ്ഞ ദിവസം ആലുവ കപ്പുറത്ത് വെച്ച് കണ്ടത്. ഇനി ആ ഡയറക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ 2 പടത്തിലും ഞാൻ ചെയ്തിരുന്നു. എന്റെ 2 പടത്തിലും ആ ഡയറക്ടറായിരുന്നു. ഇനി ഇതിനേക്കാൾ എല്ലാം എനിക്ക് പറയാനുള്ളത് ഒരു തെറ്റിദ്ധാരണയും ഒരു മാപ്പപേക്ഷയും ഒരു ഞെട്ടലും ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. വളരെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വർക്ക് ഞാൻ ഇന്ന് വന്നതുപോലെ അറിഞ്ഞ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു സൈനു ചാവക്കാടൻ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തിത്വം. അന്ന് അപ്പൊ ഡയറക്ടർ വേറെ ഉണ്ടായിരുന്നു, വേറെ ടീം ഉണ്ടായിരുന്നു. പക്ഷെ കലയെ സ്നേഹിക്കുന്നുണ്ടാവും അദ്ദേഹം അന്ന് വന്നു. എന്റെ ഫ്രെയിമുകൾ കുറെ അദ്ദേഹം എടുത്തു. അത് അന്നേ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് വേറെയുള്ളവരായിട്ടത്. പക്ഷെ അത് ഔട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്തതിന്റെ പെർഫെക്ഷനും ബാക്കിയുള്ളതും എങ്ങനെയായിരുന്നു വ്യത്യാസമെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ സിനിമയിൽ അത് തുറന്നു വരാൻ പാടില്ല എന്നൊരു സീക്രസി എത്തിക്സ് കൂടെ ഉണ്ട്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം എനിക്കൊരു എക്സ്പ്രഷൻ പഠിപ്പിച്ചു തന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് കണ്ണ് ചോപ്പിച്ചുകൊണ്ട് എന്നെ വിരട്ടുകയും അത് കഴിഞ്ഞതിന് ശേഷം അതേ കണ്ണിലൂടെ കണ്ണുനീർ ഒഴിപ്പിച്ച് കരിഞ്ഞും കൂടെ കാണിച്ചു. ഞാൻ really അന്ന് ഷോക്കടിച്ചു. ഞാൻ അന്ന് മനസ്സിച്ചുകൊണ്ട് കിടക്കി. അതിനുശേഷം അദ്ദേഹം എന്നോട് വലിയ ദുഷ്ടകരങ്ങൾ ചെയ്തു. കാരണം അദ്ദേഹം എടുത്ത ഓരോ പടത്തിലും എനിക്കൊരു അവസരം പോലും അദ്ദേഹം തന്നില്ല. സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച എന്റെ 36ാമത്തെ പടം കഴിഞ്ഞു. 22 പടങ്ങൾ റിലീസിന് റെഡിയാവുകയാണ്. അടുത്ത ആഴ്ച ഞാൻ ശ്രദ്ധേയമായ ഒരു ക്യാരക്ടർ ചെയ്ത ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ക്രിമിനൽ ത്രില്ലർ വരുന്നതാണ്. GS സാബു സാർ ഡയറക്ട് ചെയ്ത്. അത് മെന്റലിസ്റ്റ് ഷമീറാണ് കഥ. കോട്ടയം നസീർക്കയാണെങ്കിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു രീതിയിലെ പടം ഈ വരുന്ന വെള്ളിയാഴ്ച വെച്ചിരുന്നാണ്. ഈ ഒരു ബാക്കിലോട്ട് മറ്റേക്ക് എഫക്റ്റ് മാറട്ടെ എന്ന് വെച്ചിട്ട് വലിയ പടമാണ്. 6 കോടി 5 CR 6 CR പടമാണ്. എന്നാലും അടുത്തയാഴ്ച മാറ്റി നിങ്ങൾ എല്ലാവരും കാണണം ഡോക്ടർ ബെന്നറ്റ്. കാരണം അത് വ്യത്യസ്തമായ ഇതുവരെ കാണിക്കില്ലാത്ത പടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ലാലേട്ടൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാണ് അടുത്ത 2 പടത്തിൽ തരാം എന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ്. സൈനു ചാവക്കാടൻ മാഷിനെ പോലെ തന്നെ അദ്ദേഹം ഇന്നുവരെ എനിക്ക് തന്നിട്ടില്ല, തരും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത്രയും വലിയ വ്യക്തിയുടെ വാട്സാപ്പിലോട്ട് ഞാൻ അയക്കുമ്പോഴെല്ലാം വരട്ടെ, അറിയിക്കാം, വിളിക്കും എന്ന് അദ്ദേഹം പറയാറുണ്ട്. തീർച്ചയായിട്ടും വലിയ വ്യക്തികളൊക്കെയാണ് നമ്മൾ വിളിക്കും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഇനി എന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ മിക്കവാറും പലരും സ്വാർത്ഥന്മാരാണ്, സെൽഫിഷാണ്. ഞാൻ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്താൽ ഇനി എനിക്കുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോയാലോ, എന്റെ അവസരം മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോയാലോ, അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല. കാരണം സിനിമ ഒരു സത്യമാണ്. അതോടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം നന്നായി പറഞ്ഞത് പിന്നെ കുറ്റപ്പെടുത്തിയതുമായ സൈനു ചാവക്കാടൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ അതിനേക്കാൾ വലിയൊരു മനസ്സിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ രഘുറാം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറിനെ അദ്ദേഹം ഈ പടത്തിന് സ്വന്തം സിനിമയുടെ പ്രൊഡ്യൂസറാക്കാൻ ശ്രമിക്കാതെ എന്റെ പ്രിയ സുഹൃത്തായ ഷൈജു ദേവദാസിന് വേണ്ടി കൈമാറിയതെന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ഒരു പ്രൊഡ്യൂസറിനെ കൈമാറ്റി കൊടുത്തത് എത്ര ഡയറക്ടർമാർ ചെയ്യും? എനിക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന
സൈനിക ചാവക്കാടൻ ഇതിലൂടെ കാണിച്ചിട്ട് നല്ലത് നല്ലതെന്നും മോശമുണ്ടെങ്കിൽ മോശം ഞാൻ നമുക്ക് പറയാറില്ല, അത് അങ്ങ് ഒതുക്കി വയ്ക്കാറേ ഉള്ളൂ. പക്ഷെ എന്നാൽ അത് ഞാൻ പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞത് ഒരിക്കലും പലരും 99% സിനിമാക്കാരും ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. രണ്ട്, അദ്ദേഹത്തെ കണ്ടു, ഓടി എന്നെ പിടിച്ചുകൊണ്ടുവന്നു, ഷൈലിനെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ എന്നെ ഇരുത്തി, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ തന്നു. അത്രയും വലിയൊരു മനസ്സിന് ഉടമസ്ഥനായ ഷൈലു ചാവക്കാടൻ ബ്രദർ, ഐ ലവ് യു, സോറി ഞാൻ താങ്കളെ കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ചത്.